ഗിരീഷിനെ പോലീസ് മാനസികമായി വല്ലാതെ ഉപദ്രവിച്ചു എന്നറിഞ്ഞു. കള്ളക്കേസ് ഉണ്ടാക്കി കസ്റ്റഡിയിലെടുത്തതിന് പോലീസിനെതിരെ പരാതി കൊടുത്താലോ സിദ്ധു? പരാതി കൊടുക്കേണ്ടത് പോലീസുകാർക്കെതിരെയല്ല, ഇവിടുത്തെ MLA-ക്കെതിരെയാ. ഒരു പ്രദേശത്തെ മനുഷ്യരുടെ സ്വൈരജീവിതവും സമാധാനവും തകർത്തതിന് MLA അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കണം. ആകാശം ഒടിഞ്ഞു വീണാലും പ്ലാനിൽ ലൈസൻസ് കൊടുക്കില്ല എന്ന് വലിയ ശബ്ദങ്ങളൊക്കെ എടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞു. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ അയാൾ അനുമതി വാങ്ങിയെടുത്തു. മുമ്പ് പലരും അഴിമതി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പച്ചക്കാരും കള്ളന്മാർക്ക് കൂട്ടുനിന്നിട്ടില്ല. സിദ്ധു, മന്ത്രിമാർക്കെല്ലാം താല്പര്യം ഉണ്ടായിരുന്നില്ലേ ഈ പ്ലാന്റിന്റെ കാര്യത്തില്? ഡിപ്പാർട്ട്മെന്റുകളും പെർമിഷൻ കൊടുത്തതല്ലേ? അതിന് ബാക്കി എല്ലാരും കള്ളം ചെയ്തു, അപ്പൊ പിന്നെ ഞാനും കൂടി കള്ളം ചെയ്താലോ എന്ന്, അങ്ങനെയാണോ? ലോകം മുഴുവൻ തെറ്റിന് കുടപിടിച്ചാലും ശരിയുടെ ഭാഗത്ത് നിൽക്കണമായിരുന്നു ചന്ദ്രോത്തുനിന്ന് പോയ ജനപ്രതിനിധി. എല്ലാരും ചെയ്തതുപോലെ ഞാനും ചെയ്തു എന്ന് പറയാനാണെങ്കിൽ വഴി പോകുന്ന ആരെങ്കിലും പിടിച്ച് നിർത്തിയാൽ പോരായിരുന്നോ? അച്ഛാ മതി, എന്തായാലും എല്ലാം കഴിഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞോ? ആര് പറഞ്ഞു? സമരങ്ങളുടെ പരമ്പരയാ വരാൻ പോകുന്ന. പോലീസല്ല, പട്ടാളം തന്നെ ഇറങ്ങിയാലും നേരിടാൻ തയ്യാറെടുത്ത് പ്രതിപക്ഷ യുവജന സംഘടന ഇറങ്ങുന്നുണ്ട്. സുഖമായി ഉറങ്ങാന്ന് MLA കരുതണ്ട. സിദ്ധു പ്ലീസ്, മതി. എന്തായാലും ഗിരീഷിനെ പുറത്തിറക്കിയില്ലേ? ആരിറക്കി? നിങ്ങളുടെ MLA-യോ? തെറ്റിന് കൂട്ടു നിൽക്കുന്നവർ ഗിരീഷിനെ രക്ഷിക്കുവോ? രക്ഷിച്ചത് ഒരു മിടുക്കി പെൺകുട്ടിയാ. സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള നല്ല രാഷ്ട്രീയ മനസ്സുള്ള ഒരാള് ഇസബെല്ല. ഇവരുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു കുട്ടി, MLA MP ഒന്നും അല്ല. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞു. ചില സന്ദർഭങ്ങളിൽ പറയില്ലേ, കാല് കഴുകിയ വെള്ളം കുടിക്കണമെന്ന്, അങ്ങനെ പറയുക. ഇസബെല്ലയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കണം. ഒന്ന് നിർത്തച്ച. കുറെ ദിവസമായിട്ട് അച്ഛൻ പറയുന്നത് കേട്ട് കേട്ട് മടുത്തു. ഞാൻ ഈ MLA സ്ഥാനം രാജിവെക്കുക.